തൊഴിലാളി എന്നാണെങ്കിലും വോളണ്ടിയർമാർ എന്നാണെങ്കിലും ആശാവർക്കർമാരുടെ അധ്വാനം സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അധ്വാനത്തിന് മൂല്യമുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട സ്ഥിതിയിൽ CPIM-ഉം CITU-വും എത്തിയെങ്കിൽ അത് അധ്വാനിക്കുന്നവരുടെ കുറ്റമല്ല. തൊഴിലുടമ എന്ന നിലയിൽ സർക്കാർ ആവശ്യപ്പെടുന്ന ജോലി ദിവസവും നിശ്ചിത സമയത്ത് നിർബന്ധമായും ചെയ്തു കൊടുക്കുന്നവർക്ക് ന്യായമായ പ്രതിഫലം നൽകണം. കേന്ദ്രത്തിന്റെ വിഹിതം കുറവാണെങ്കിലും ഉയർന്ന ജീവിത ചെലവുള്ള ഈ സംസ്ഥാനത്ത് പണിയെടുക്കുന്നവരെ കേരളം പരിഗണിക്കണം. BJP ഭരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുറഞ്ഞ കൂലിയല്ലല്ലോ അവിടങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികൾക്ക് നാം കൊടുക്കുന്നത്. ഈ ആശാവർക്കർമാരുടെ അത്രയും അധ്വാനിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് 25,000 മുതൽ 30,000 വരെ കേരളം പ്രതിമാസം കൊടുക്കുന്നുണ്ട്. UDF ഭരിച്ച കാലത്തെ വേതനത്തെ 10 വർഷത്തിനു ശേഷമുള്ള സാഹചര്യവുമായി താരതമ്യപ്പെടുത്തുന്നതും കുതന്ത്രമാണ്. LDF സർക്കാർ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് അഭിനന്ദനാർഹമാണ്. പക്ഷെ ഇത്രയൊക്കെ വർദ്ധിപ്പിച്ചിട്ടും ഈ മനുഷ്യർക്ക് കൊടുക്കുന്നത് ഇത്ര നിസ്സാര തുകയാണെങ്കിൽ തിരുത്തണം. ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന PSC അംഗങ്ങൾക്ക് വീണ്ടും ലക്ഷങ്ങളുടെ ശമ്പള വർധന വരുത്തിയതിനെ ന്യായീകരിക്കുകയും അതേസമയം അതിലേറെ പണിയെടുക്കുന്നവർക്ക് ജീവിക്കാനുള്ള വക പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ അനീതിയൊന്നും കാണുന്നില്ലെങ്കിൽ ഈ പാർട്ടിയുടെ നവസിദ്ധാന്തങ്ങൾ അധ്വാനിക്കുന്നവരുടേതുമായി ഒത്തുപോകാത്ത വിധമായിരിക്കുന്നു. ആശാവർക്കർമാർ ചോദിക്കുന്നത് ഭക്ഷണവും വസ്ത്രവും മരുന്നും ഉൾപ്പെടെ അത്യാവശ്യത്തിനെങ്കിലും തികയ്ക്കാനുള്ള പ്രതിഫലമാണ്. അത് അന്യായമാണെന്ന് കരുതുന്ന 7,000 മുതൽ 13,000 രൂപ കൊണ്ട് തങ്ങൾക്കും കുടുംബത്തിനും ഒരു മാസം സുഖമായി കഴിയാമെന്ന് ഉറപ്പുള്ള പാർട്ടിക്കാർ കൈവക്കണം. ബാക്കിയുള്ളവർ കേരളം കണ്ട ഏറ്റവും ന്യായമായ സമരത്തെ പുച്ഛിക്കുന്നവർക്കൊപ്പമല്ല ഈ പാവപ്പെട്ട സ്ത്രീകൾക്കൊപ്പം നിൽക്കണം.